മക്കളെ, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഥവാ NCET-യുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ NCET എന്തിനാണെന്ന് ചോദിച്ചാൽ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ITP എന്ന് പറയും. അങ്ങനെ 4 വർഷത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതായത് BEd പോലെയുള്ള പ്രോഗ്രാമിൻ്റെ കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ ഏകദേശം 200-ൽ പരം യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷനാണ് ഈ നടക്കുക. അപ്പോൾ അതിന് കോമൺ ആയിട്ട് CUET പോലെ, അതായത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മറ്റും BEd പ്രോഗ്രാമുകൾ ഇഷ്യൂ ചെയ്യാനുള്ളൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ CUET ചെയ്യുന്നത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മറ്റും നമുക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PG ഒക്കെ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു എക്സാം നടത്തി അതിൻ്റെ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കും. റാങ്ക് ലിസ്റ്റ് ഉണ്ടാവില്ല, സ്കോർ കാർഡ് മാത്രം ഉണ്ടാവും. അപ്പോൾ ഈ സ്കോർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, അതേപോലെ IIT പോലെ, NIT പോലെ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലെയുള്ള ഒരുപാട് കോളേജുകൾ ഇതിൻ്റെ കീഴിൽ വരും, അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോർ കാർഡ് ഉപയോഗിച്ച് അഡ്മിഷൻ കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ എക്സാം നടത്തുന്നത്. അതായത് ഇങ്ങനെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് ഈ BEd പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ NCET എക്സാം എഴുതിയാൽ മാത്രം, ഇതിൻ്റെ സ്കോർ കാർഡ് ഉപയോഗിച്ച് മാത്രമാണ്. അതായത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്കല്ല അവിടെ പരിഗണിക്കുക, NCET-യുടെ മാർക്കാണ് പരിഗണിക്കുക. അപ്പോൾ CUET അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഏകദേശം അതിൻ്റെ ധാരണ ഉണ്ടാവും. അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി മാർക്ക് വെച്ചിട്ടല്ല നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, CUET-യുടെ മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഈ BEd പ്രോഗ്രാമുകൾ നടത്തുന്നത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്കിനനുസരിച്ചല്ല. പല സ്റ്റേറ്റുകളിൽ നിന്ന്, പല ബോർഡുകളിൽ നിന്ന് വരുന്നവരുടെ മാർക്ക് കൺഫ്യൂസിങ് ആവും, അല്ലെങ്കിൽ അതിനൊന്ന് ഏകീകരിക്കുക വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു എക്സാം നടത്തി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൽ ആ സ്കോർ കാർഡ് ഉപയോഗിച്ച് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനൊരു റാങ്ക് ലെറ്റർ ഉണ്ടാവില്ല, ഇതിന് റാങ്ക് ഉണ്ടാവില്ല, സ്കോർ കാർഡ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ആ സ്കോർ കാർഡ് വെച്ച് ആ യൂണിവേഴ്സിറ്റിയിൽ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 200 യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾക്കിതിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾക്ക് പ്രോഗ്രാം വേണ്ടത്, ഈ എക്സാമിന് ശേഷം അതത് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ NCET-യുടെ റാങ്ക് കാർഡ് അല്ലെങ്കിൽ സ്കോർ കാർഡ് അതിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളെ വെച്ചിട്ട് അവർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 1, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 1-ൽ നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾ ചിലപ്പോൾ 10ാമത്തെ റാങ്കിൽ വന്നു. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് 2-ലും ഇതേപോലെ അപ്ലൈ ചെയ്തു, അവിടെ ചിലപ്പോൾ നിങ്ങൾ 8ാം റാങ്കിൽ വരാം. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ റാങ്കിലായിരിക്കും നിങ്ങൾ വരിക. അത് അപ്ലൈ ചെയ്യുന്നവർക്കനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾ ഈ സ്കോർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പിന്നീട് അപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ എക്സാം എഴുതിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല. ഇനി ഇതിൻ്റെ ഷെഡ്യൂൾ ഓർമ്മിപ്പിക്കുന്നു. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫെബ്രുവരി 12-ാം തീയതി തുടങ്ങി മാർച്ച് 10-ാം തീയതി വരെയാണ് രജിസ്ട്രേഷനുള്ള സമയം. രാത്രി 11:50 വരെ സമയം ഉണ്ടാവും. ഇനി ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പിറ്റേ ദിവസം മാർച്ച് 11-ാം തീയതി രാത്രി 11:50 വരെയാണ്. അപ്പോൾ മാർച്ച് 10 കൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ സമയം കഴിയും. കറക്ഷൻ്റെ സമയം മാർച്ച് 12 തുടങ്ങി മാർച്ച് 14 വരെയാണ്. ഇനി അനൗൺസ്മെൻറ്റ് ഓഫ് സിറ്റി ഓഫ് എക്സാമിനേഷൻ എവിടെയാണെന്നുള്ളതൊക്കെ പിന്നീട് അറിയിക്കും. അഡ്മിറ്റ് കാർഡ് എക്സാമിന് കുറച്ച് ദിവസം മുമ്പേ വരൂ. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഏപ്രിൽ 17-ആണ് ടെൻഡേറ്റീവ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ്റെ ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അപ്ഡേറ്റ് വരും. ആ അപ്ഡേറ്റ് നമുക്ക് പിന്നീട് ലഭ്യമാവും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. ഇനി അപ്ലൈ ചെയ്യാനുള്ള ഫീ നോക്കുക. ഈ ഫീ ഒന്നും റീഫണ്ടബിൾ അല്ല. എന്ന് പറഞ്ഞാൽ ഈ അടയ്ക്കുന്ന പൈസ നോൺ റീഫണ്ടബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഈ പൈസ തിരിച്ച് കിട്ടൂല. ഇത് രജിസ്ട്രേഷൻ ഫീ മാത്രമാണ്. അത് ജനറൽ കാറ്റഗറിയിൽ ഒരു കുട്ടി 1200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടത്. OBC NCL അല്ലെങ്കിൽ EWS കാറ്റഗറി 1000 രൂപ അടയ്ക്കേണ്ടി വരും. SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി, തേർഡ് ജെൻഡർ കാറ്റഗറിയൊക്കെ 650 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. ഈ എക്സാമിൻ്റെ പ്രത്യേകത നോക്കുക, CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ നീറ്റ് ഒഴികെ ബാക്കി എല്ലാം തന്നെ CBT ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നില്ല. ദെൻ ടെസ്റ്റ് പാറ്റേൺ നോക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന MCQ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷൻസ് ആൻസർ കണ്ടുപിടിക്കുന്ന MCQ ആണ്. മീഡിയം നോക്കുക, 13 ലാംഗ്വേജുകളിൽ എക്സാം ഉണ്ടാവും, അതായത് മലയാളം ഉൾപ്പെടെ. ഇനി സിലബസ് ലാംഗ്വേജ് ഉണ്ടാവും, ഡൊമൈൻ സബ്ജക്റ്റ് ഉണ്ടാവും, ജനറൽ ടെസ്റ്റ് ഉണ്ടാവും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇത് 4 ഉണ്ടാവും. എൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം, ഏതൊക്കെയാണ് വേണ്ടിയതെന്ന് എന്നൊക്കെ പിന്നീട് പറയും. ഇനി രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ നോക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സൈറ്റ് exams.nta.nic.in/NCET. ഈ സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ ഓൾമോസ്റ്റ് ഇപ്പോൾ സിമ്പിൾ ആവും. കാരണം JEE ചെയ്തവരാണ്, CUET ചെയ്തവരാണ്, അല്ലെങ്കിൽ കീം ചെയ്തവരാണ്, അതേപോലെ നീറ്റ് അപ്ലൈ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. അവിടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡും ഉപയോഗിക്കുക.
എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്തു, പിന്നീട് ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അതായത് ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാവും, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതേപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുണ്ടാവും, ലൈവ് ഫോട്ടോഗ്രാഫി ക്യാപ്ചറിങ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി അതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്, അതേപോലെ സിഗ്നേച്ചർ, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ UDID കാർഡ് അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് സാധാരണ വേണ്ടി വരിക. NCLൊക്കെ ആണെങ്കിൽ അതിൻ്റെ നമ്പർ കൊടുക്കേണ്ടി വരും. അതൊക്കെ JEE ചെയ്ത പോലെയും നീറ്റിന് ചെയ്ത പോലെയും സെയിം തന്നെയാണ്. അതിൽ ഈ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ നിങ്ങൾ JEEക്ക് കൊടുത്ത അതേ ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നീറ്റിന് കൊടുത്ത അതേ ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കാം. ഇതൊന്നും പ്രശ്നമില്ല. സെയിം ഫോട്ടോഗ്രാഫ്, സെയിം സിഗ്നേച്ചർ, സെയിം പാരാമീറ്റർ ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ പിന്നെയും ചോദിക്കുക പേരും ഡേറ്റും വേണോ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ JEEക്ക് കൊടുത്ത് അങ്ങനെ തന്നെ കൊടുക്കാം, നീറ്റിന് കൊടുത്തും അങ്ങനെ തന്നെ കൊടുക്കാം. അതിൽ പേരും ഡേറ്റും ഒന്നും കൊടുക്കേണ്ടതില്ല. അങ്ങനെ രജിസ്ട്രേഷൻ ഫോം ആദ്യം രജിസ്ട്രേഷൻ ചെയ്തു, പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. ഫീ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. ആ ഫസ്റ്റ് 3 സ്റ്റെപ്പും, അതായത് ആദ്യം രജിസ്ട്രേഷൻ ചെയ്തു, പിന്നീട് ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തു, പിന്നീട് ഫീ പേയ്മെൻറ്റ് നടത്തി, അതിനുശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യണം. കൺഫർമേഷൻ പേജ് ഇത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യാം. ഈ കൺഫർമേഷൻ പേജ് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ആവശ്യത്തിന് സൂക്ഷിച്ചു വെക്കണം. ഇതിൻ്റെ ഒരു കോപ്പി എങ്കിലും നിർബന്ധമായിട്ടും എല്ലായ്പ്പോഴും കയ്യിലുണ്ടാവണം. കാരണം അലോട്ട്മെൻറ്റ് സമയത്ത് വരെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷനും ഉള്ളതുപോലെ നിങ്ങൾക്ക് ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവണം, ഒരു വാലിഡ് മൊബൈൽ നമ്പറും ഉണ്ടാവണം. കാരണം കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഈ വഴിയാണ് വരിക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, റോൾ ഓഫ് NTA. ഇന്ത്യയുടെ റോൾ എന്താണ്? കുട്ടിയുടെ രജിസ്ട്രേഷൻ നടത്തുക, എക്സാം നടത്തുക, ആൻസർ കീ പബ്ലിഷ് ചെയ്യുക, ചലഞ്ചുകൾ ഇൻവൈറ്റ് ചെയ്യുക, ആൻസർ കീ ഫൈനലൈസ് ചെയ്യുക, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക, സ്കോർ കാർഡ് ഇഷ്യൂ ചെയ്യുക. ആ സ്കോർ കാർഡ് കുട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾക്കും ഹാൻഡ് ഓവർ ചെയ്യുന്നതോടെ അവരുടെ പണി കഴിഞ്ഞു. അതായത് സ്കോർ കാർഡാണ്, റാങ്ക് ലെറ്റർ അല്ല. ഈ സ്കോർ കാർഡ് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇത് അവൈലബിൾ ആവും. പിന്നീട് നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റിയിൽ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയല്ല, അല്ലെങ്കിൽ ഈ സെൻട്രലൈസ്ഡ് ചാനൽ വഴിയല്ല, ഓരോരോ യൂണിവേഴ്സിറ്റിക്കും ഓരോന്നായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എക്സാമിൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എക്സാം എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയമായിട്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം, മലയാളം ചൂസ് ചെയ്യാം. നിങ്ങൾ മലയാളം ചൂസ് ചെയ്താൽ മലയാളവും ഇംഗ്ലീഷും ഉള്ള ക്വസ്റ്റൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇംഗ്ലീഷ് മാത്രമായിട്ട് കിട്ടും, പക്ഷേ മലയാളം മാത്രമായിട്ട് കിട്ടില്ല. മലയാളം ചൂസ് ചെയ്താലും ഇംഗ്ലീഷ് പ്ലസ് മലയാളമായിട്ടാണ് വരിക. അതിലൊരു പ്രശ്നം, നിങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയും എക്സാം എഴുതാം. എന്നാൽ ഇംഗ്ലീഷും മലയാളവുമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലും ലക്ഷദ്വീപിലും മാത്രമാണ് നിങ്ങൾക്ക് സെൻറ്റർ കിട്ടുക. അതുപോലെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സോ പെർമനൻറ്റ് അഡ്രസ്സോ ഉള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഇഷ്യൂ ചെയ്യൂ. ഇനി എക്സാമിൻ്റെ ഡീറ്റെയിൽ നോക്കുക. സെക്ഷൻ 1. സെക്ഷൻ 1 38 ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഉണ്ട്. ആ 38 ലാംഗ്വേജിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും ചൂസ് ചെയ്യണം. നിർബന്ധമായിട്ടും 2 ഡിഫറെൻറ്റ് ലാംഗ്വേജ് ചൂസ് ചെയ്യണം. ഓക്കെ, ഒരു ലാംഗ്വേജിൽ 23 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 20 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. 3 എണ്ണം നിങ്ങൾക്ക്, അതായത് ചോയ്സ് ഉണ്ട്. 23 ക്വസ്റ്റ്യൻ ഒരു ലാംഗ്വേജ് 1 നിന്ന് 23 ക്വസ്റ്റ്യൻ 20 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അടുത്ത 23 നിന്നും 20 ചെയ്താൽ മതി. അങ്ങനെ ആകെ 46 ക്വസ്റ്റ്യൻ 40 എണ്ണം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 23 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ആദ്യത്തെ 20 വാല്യൂ ചെയ്യൂ. ഓക്കെ, ഇനി ലാംഗ്വേജ് 1 നിന്ന് ആദ്യത്തെ 20 ചൂസ് ചെയ്യും. ലാംഗ്വേജ് 2 നിന്നും ആദ്യത്തെ 20 വാല്യൂ ചെയ്യൂ. അതുകൊണ്ട് 23 20 എണ്ണം നിങ്ങൾ ചെയ്താൽ മതി. ഇനി സെക്ഷൻ 2 ഡൊമൈൻ സബ്ജക്റ്റ് ആണ്. 26ഓളം ഡൊമൈൻ സബ്ജക്റ്റ് ഉണ്ട്. ആ 26ൽ 3 ഡൊമൈൻ സബ്ജക്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ചൂസ് ചെയ്യണം. ആ ഒരു ഡൊമൈൻ സബ്ജക്റ്റിൽ 28 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 25 ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, 3 എണ്ണം എഴുതണ്ട. ഇനി സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ്, മാൻഡേറ്ററി. എല്ലാവരും ഈ ജനറൽ ടെസ്റ്റ് എഴുതണം. ഇപ്പോൾ ഈ ഡൊമൈൻ സബ്ജക്റ്റ് ഓരോരുത്തർക്കും മാറാം. മാത്സ് എഴുതുന്നവരുണ്ടാവും, ഫിസിക്സ് കെമിസ്ട്രി ബയോ എഴുതുന്നവരുണ്ടാവും, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതുന്നവരുണ്ടാവാം, ആർട്സ് സബ്ജക്റ്റ് എഴുതുന്നവരുണ്ടാവും. പക്ഷേ ഈ ജനറൽ ടെസ്റ്റ് എല്ലാവർക്കും കോമൺ ആണ്. അതിൽ 28 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 25 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇനി 4ാമത്തെ സെഷൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇതും നിർബന്ധമാണ്. അതിൽ 23 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 20 എണ്ണം എഴുതിയാൽ മതിയാവും. എന്ന് പറഞ്ഞാൽ ആകെ നിങ്ങൾക്ക് 160 ക്വസ്റ്റ്യൻ ഉണ്ടാവും, എഴുതേണ്ടി വരും. 181 ക്വസ്റ്റ്യൻ ഉണ്ട്. 181 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 160 ചെയ്താൽ മതി. ഓക്കെ, ഇനി ഓരോ സെഷനിലും 3 ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും. എക്സാമിനേഷന് മൾട്ടിപ്പിൾ ഡേ, പല ദിവസങ്ങളിൽ പല ഷിഫ്റ്റ് ആയിട്ടാണ്. അതിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഏത് ഷിഫ്റ്റിലാണ് കിട്ടുന്നതെന്നൊക്കെ അഡ്മിറ്റ് കാർഡ് വന്നാലേ പറയാൻ പറ്റൂ. എക്സാമിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും 2 ലാംഗ്വേജ് നിർബന്ധമായിട്ട് എടുക്കണം. ഓരോന്നിലും 23 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 20 എണ്ണം ചെയ്താൽ മതി. അതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ്. 23 ക്വസ്റ്റ്യൻ ഉണ്ട്. 20 എണ്ണം ചെയ്താൽ മതി. ജനറൽ ടെസ്റ്റും മാൻഡേറ്ററി ആണ്. അതിൽ 28 എണ്ണത്തിൽ 25 എണ്ണം ചെയ്താൽ മതി. ഡൊമൈൻ സബ്ജക്റ്റ് 3 എണ്ണം ചൂസ് ചെയ്യണം. ഓരോന്നിലും 28 വീതം ക്വസ്റ്റ്യൻ, 25 എണ്ണം ചെയ്താൽ മതി. ഓരോന്നിലും 28 വീതമാണ്, 25 എണ്ണം. അങ്ങനെ 181 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 160 ചെയ്താൽ മതി.
ഈ ടെസ്റ്റിൻ്റെ സബ്ജക്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഈ അനക്സർ 2 പ്രോസ്പെക്ടസിലെ അനക്സർ 2 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാംഗ്വേജ് ഏതൊക്കെയാണ് അതിൽ നിന്ന് ചൂസ് ചെയ്യാം, ഡൊമൈൻ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം, ജനറൽ ടെസ്റ്റ് ചൂസ് ചെയ്യാം, അതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചൂസ് ചെയ്യാം. ഇതൊക്കെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞിരുന്നു, എക്സാം 180 മിനിറ്റ് 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. അതേപോലെ സിലബസ് നോക്കുക. സിലബസ് പ്രത്യേകം ശ്രദ്ധിക്കുക. CUET പോലെയാണ് +2 സിലബസ് മാത്രമാണ്, +1 ഇല്ല. +2 സിലബസ് എന്ന് പറഞ്ഞാൽ +2 പഠിച്ചത് മാത്രമാണ് വരികയുള്ളൂ, +1 പഠിച്ചത് വരില്ല. ഇനി എക്സാമിനുള്ള എലിജിബിലിറ്റി നോക്കാം. ദർ ഇസ് നോ ഏജ് ലിമിറ്റ്, അതായത് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അതായത് +2 നിങ്ങൾ പാസ്സാവുകയോ അപ്പിയറിംഗോ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ +2 പാസ്സായവരാണെങ്കിലും കുഴപ്പമില്ല, ഏത് വർഷം പാസ്സായവരാണെങ്കിലും കുഴപ്പമില്ല, +2 ഈ വർഷം എഴുതുന്നതേ ഉള്ളൂങ്കിലും കുഴപ്പമില്ല, എഴുതുന്നതിന് ഈ പ്രശ്നങ്ങളില്ല. പക്ഷേ നിങ്ങൾ പിന്നീട് അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്കോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അങ്ങനെ ഒരു ബാരിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ എഴുതിയവർക്ക്, അല്ലെങ്കിൽ 2026 എഴുതിയവരോ അല്ലെങ്കിൽ 25 പാസ്സായവരെ മാത്രമേ പറ്റൂ എന്ന് അവരാവശ്യപ്പെട്ടാൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. പക്ഷേ ഈ എക്സാം എഴുതുന്നതിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അതിൻ്റെ സീറ്റുകളുടെ ഡീറ്റെയിൽ നോക്കാം. നോർത്തേൺ റീജിയനിൽ ആകെ 8000 സീറ്റാണ്, ഈസ്റ്റേൺ റീജിയനിൽ 4450 സീറ്റ്, വെസ്റ്റേൺ റീജിയനിൽ 1550, സദേൺ റീജിയനിൽ 2950, അങ്ങനെ ഏകദേശം 16950 സീറ്റുണ്ട്. ഇപ്പോൾ ഇതിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതേപോലെ കാലടി യൂണിവേഴ്സിറ്റി, അതേപോലെ NIT ഇങ്ങനെ കുറേ സെൻറ്ററുകളിൽ, കേരളത്തിൽ തന്നെ ഏകദേശം 6-7 സെൻറ്ററുകളിൽ NCERTയുടെ സ്കോർ കാർഡ് ഉപയോഗിക്കും. ഇനി എക്സാം സിറ്റിയുടെ ചോയ്സ് നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും 4 സിറ്റി ചൂസ് ചെയ്യാം, ഏതെങ്കിലും 4 സിറ്റി. ആ 4 സിറ്റി എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സിനോ അല്ലെങ്കിൽ പ്രസന്റ് അഡ്രസ്സിനോ റിലേറ്റഡ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് കേരളത്തിൽ പ്രസന്റോ പെർമനന്റോ അഡ്രസ് ഉണ്ടെങ്കിൽ കേരളത്തിലെ സെൻറ്റർ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പ്രസന്റോ പെർമനന്റോ അഡ്രസ് ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ സെൻറ്ററും വയ്ക്കാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ചോയ്സ് കൊടുക്കുന്ന സിറ്റീസ് നിങ്ങളുടെ റെസിഡൻറ്റ്, നിങ്ങൾ പെർമനന്റ്ലിയോ പ്രസന്റ്ലിയോ റിസൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കണം എന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കേരളത്തിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കേരളത്തിൽ പുറത്തൊരു സംസ്ഥാനത്ത് സെൻറ്റർ വയ്ക്കാൻ പറ്റില്ല. ഇനി കേരളത്തിലെ എക്സാം സെൻറ്ററുകൾ നോക്കുക. കേരളത്തിൽ എറണാകുളത്ത് സെൻറ്ററുണ്ട്, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും സെൻറ്ററുകളാണുള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾ നോക്കിയാൽ കാണാം, ഏകദേശം 3, 6, 8 സെൻറ്ററോളം 8 സെൻറ്ററോളം നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ എക്സാം സെൻറ്ററുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ ആ സൈറ്റ് കാണിച്ചിട്ടുണ്ട്, exams.nta.nic.in NCERT, ഇതാണ് സൈറ്റ്. നിങ്ങൾ ആ സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ ഈ ഹോം പേജിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ കാണാം. അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, ഞാനിപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് സിലബസ് കാണാം, ഞാൻ പറഞ്ഞു +2 സിലബസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് കാണാം. എത്ര യൂണിവേഴ്സിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ NIT കാലിക്കറ്റ്, അല്ലെങ്കിൽ ശ്രീ ശങ്കര യൂണിവേഴ്സിറ്റി, അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഏകദേശം 200-ൽ പരം യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്റ്റേറ്റ് വൈസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് എലിജിബിലിറ്റി കാണാം, ഓരോ യൂണിവേഴ്സിറ്റിയിലും ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്നും ആ കോഴ്സിന് ഏതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടതെന്നുള്ള എലിജിബിലിറ്റി. അപ്പോൾ ഇതൊക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ കാണാം. അപ്പോൾ അതൊക്കെ ഒരുപാട് പേജുകളുണ്ട്, അപ്പോൾ അത് സമയം വൈകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യുക. സ്കോർ കാർഡ് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പാരലി അപ്ലൈ ചെയ്യണം. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സൈറ്റ് റെഗുലർലി ചെക്ക് ചെയ്യണം. എന്നിട്ട് അപ്ലൈ ചെയ്യുകയും സ്കോർ കാർഡ് അപ്ലോഡ് ചെയ്യുകയും പിന്നീട് അവരുടെ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം കൗൺസിലിംഗിൽ പങ്കെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് NCERTയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട്. അതേപോലെ എക്സാം ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ റീസെൻറ്റ് രജിസ്ട്രേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എക്സാമിനോട് എടുക്കുമ്പോൾ എക്സാം റിലേറ്റഡ് ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു, അതിൻ്റെ മാർക്കിംഗ് സ്കീം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാധാരണ എല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു ശരി ഉത്തരത്തിൽ 4 മാർക്കും, തെറ്റിയാൽ -1 ഒക്കെയാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽ പറയാതിരുന്നത് എക്സാം അടുക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് രജിസ്ട്രേഷനാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു വെച്ചത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.